ഇന്ന് നമ്മളെ ചെമ്മീനും മുരിങ്ങക്കായും ഉള്ളിയൊക്കെ ചേർന്നുള്ളൊരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ഇട്ടൊന്ന് മൊരിയണം. ഇഞ്ചി മൂക്കുമ്പോൾ ഇത്തിരി കരിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. അതൊന്ന് വഴത്തിയെടുക്കാം നമുക്ക്. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത ചേരുവ ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആ മുരിങ്ങക്കയും ഇടാം. പച്ചമുളകും മുരിങ്ങക്കയും ഇട്ടൊന്ന് വഴറ്റണം. ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെമ്മീനാണ് ഇത് ഇട്ടാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആ ചെമ്മീനും കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കണം. അത് അപ്പോൾ ആ മുരിങ്ങയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് വരും. എന്നിട്ട് അതിലേക്ക് ആ തക്കാളി ഇട്ടൊന്ന് അതും ഒന്ന് മെല്ലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം. അതൊന്ന് ഇളക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. മുളക് പൊടി നമ്മൾ അരപ്പിൽ ചേർക്കുന്നതുകൊണ്ട് ഇപ്പം ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് തേങ്ങ, ഉണക്ക തേങ്ങയാണെങ്കിൽ വേഗം മൂത്ത് കിട്ടും. തേങ്ങ, ഇത്തിരി ഉള്ളി അരിഞ്ഞത്, കരിവേപ്പില, കുരുമുളക്, പെരിഞ്ചീരകം, ഇത് ഇത്രയും കൂടെ ചുവക്കെ അങ്ങോട്ട് വറുക്കണം. അതൊന്ന് മൂത്തപ്പോഴേക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മൊരിയണം. എന്നിട്ട് അത് നമ്മളൊരു ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്ക് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ചെമ്മീനും മുരിങ്ങക്കോലും വെന്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അതിലേക്ക് പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. ഈ അരപ്പും നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതിന് വാളംപുളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് കലക്കി പിഴിഞ്ഞ് അരിച്ചൊഴിക്കണം. ഉണ്ടോ? എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നെങ്കിലേ ഈ അരപ്പിത്തിരി തിളച്ച് നന്നായിട്ട് വേകണം. വറുത്തരച്ച കറികൾക്കൊക്കെ ആ അരപ്പും കഷ്ണവും കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റണം. മൊത്തത്തിൽ അടച്ച് വെക്കരുത്, ഒരു പകുതി അടച്ച് വെക്കണം. എന്നിട്ട് ഇപ്പുറത്ത് വേറൊരു പാത്രത്തിൽ നമ്മൾ എണ്ണ ചൂടാക്കി കടുക് താളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് ഉണക്കമുളക്, കരിവേപ്പില, ഉള്ളിയെല്ലാം ഇട്ട് മൊരിക്കണം. ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ ഉണ്ടോ? അത് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഈ തിളയ്ക്കുന്ന തീയലിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഉണ്ടോ? അതും പെട്ടെന്ന് കഴിയുന്ന കറിയാണ്. അപ്പോൾ ഒരു ചെമ്മീൻ, മുരിങ്ങക്കോല്, ഉള്ളി തീയൽ റെഡിയായി. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം.